ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർധനവ് ഇല്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ബജറ്റിലുണ്ടായിരുന്നത്. ക്ഷേമ പെൻഷനായി നിലവിൽ നൽകി വരുന്ന 1600 എന്നത് പരിഷ്കരിച്ചുകൊണ്ട് 1800 വരെയാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ 10% വർധനവ് സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ക്ഷേമ പെൻഷനിൽ യാതൊരു വർധനവിനും സർക്കാർ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ 100 മുതൽ 200 രൂപയുടെ വർധനവാണ് ഇത്തവണ പ്രതീക്ഷിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യമായിട്ട് പോലും പെൻഷനിൽ വർധന ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അതേസമയം തന്നെ രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണെന്ന് മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 പെൻഷൻ നൽകാനായി 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ഒരു വർഷം ചെലവഴിക്കുന്നത്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി ചെലവഴിച്ചത് 33,210.68 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ചില പ്രത്യേക വിഭാഗങ്ങളിൽ കേന്ദ്ര സഹായം ലഭ്യമാകുന്നുണ്ടെന്നും KN ബാലഗോപാലൻ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സംസ്ഥാന നിയമസഭയിൽ റൂൾ 300 പ്രകാരം പുറപ്പെടുവിപ്പിച്ച പ്രസ്താവനയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തീർത്തുകൊണ്ട് നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം 2 ഗഡു കുടിശ്ശിക അനുവദിക്കുകയുണ്ടായി. അതത് മാസത്തെ പെൻഷൻ കൃത്യമായി നൽകി വരികയും ചെയ്യുന്നുണ്ട്. 2025-26 അവശേഷിക്കുന്ന 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കുകയും ചെയ്യും. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ കൈവിടാതെ കാക്കാനായി LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വരുന്ന സാമ്പത്തിക വർഷവും അതത് മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടാതെ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഭൂനികുതി ഉൾപ്പെടെ കുത്തനെ ഉയർത്തിയതാണ് പ്രതിസന്ധി മറികടക്കാനുള്ള വഴിയായി സംസ്ഥാന സർക്കാർ തേടുന്നത്. 50% വർധനയാണ് ഭൂനികുതിയിൽ വരുത്തിയിരിക്കുന്നത്. കോടതി ഫീസുകളിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ പാട്ട നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് ഗാരേജുകളുടെ നികുതി ഏകീകരിപ്പിച്ചതിലൂടെ അധിക വരുമാനം ലക്ഷ്യമിടുന്ന സർക്കാർ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റേജ് കാരിയറുകളുടെ നികുതി കുറയ്ക്കുകയും ചെയ്തു. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ നികുതിയും കൂടും.